ഇന്ന് തേങ്ങ അരച്ച നല്ലൊരു ചക്കക്കൂട്ടാനും നല്ല എരിവുള്ള മീൻ മുളകിട്ടതുമാണ് കേട്ടോ. അപ്പോൾ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നല്ല ചുളകളൊക്കെ ഉള്ള ചക്കയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ചക്കകളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി ചക്കയൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനായിട്ടൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചക്കയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് ചക്കക്കുരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും ചെറിയ ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി ഉടച്ച് എടുക്കാം. നല്ല ഉടച്ചെടുത്തതിന് ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയും നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇനി ഞാനിതിലേക്ക് നല്ലൊരു മീൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കണം. ഇനി ചെറുതായി അരിഞ്ഞെടുത്ത വലിയുള്ളി ചേർത്ത് കൊടുക്കണം. കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടല്ല, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതിന് മുന്നേ തന്നെ ഒരു അയിലക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മുഴുവനായിട്ടും കാണിക്കുന്നില്ല. ഇനി നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എരിവുള്ള മീൻ കറിയാണ്. അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എരിവുള്ള നല്ല മീൻ കറിയും ചക്കക്കൂട്ടാനും കഴിച്ചു നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം.